നമസ്കാരം സുഹൃത്തുക്കളെ. Did you like beef? Get the time to try a lot of food, but in general, I think I've tried a lot of rice and the gravies and curries and all. Yeah. Did you like beef? Beef parambari? I am vegetarian, so I haven't tried beef. Okay, thank you. നമസ്കാരം സുഹൃത്തുക്കളെ. ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ മലയാളിയായിട്ടുള്ള ഒരു അഭിനയ തൊഴിലാളി പ്രിയ പ്രകാശ് വാര്യർ എന്നാണ് ആ സ്ത്രീയുടെ പേര്. അവർ ഒന്നോ രണ്ടോ സിനിമയിലെന്തോ ഇവിടെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് ഹിന്ദിയിൽ പോയി ഒരു സിനിമയിൽ അഭിനയിച്ചു. ഇപ്പോൾ ഏതോ ഒരു പൗഡറിൻ്റെ മോഡലോ മറ്റോ ഒക്കെ ആയിട്ട് നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഒരു പരിപാടിയിൽ വന്നപ്പോൾ, അതായത് ഈ പ്രോഡക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്, ആ പ്രോഡക്റ്റിൻ്റെ കളർ തന്നെ, അതിൻ്റെ ബോട്ടിലിൻ്റെ കളർ തന്നെ ഓറഞ്ച് കളറാണ്. അപ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന ഒരു ഓറഞ്ച് കളർ ഇട്ടുകൊണ്ട് വന്നപ്പോൾ ഒരു ഓൺലൈൻ മാപ്ര അതിനോട് ചോദിച്ചു, എന്താണ് കാവി ഇട്ടിരിക്കുന്നത്, കാവി ഇടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പം ആ കൊച്ചു പറഞ്ഞു, അത് എനിക്ക് പല നിറം ഇഷ്ടമാണ്, ഈ നിറം ഇഷ്ടമാണ്, ജീവിച്ച് പോട്ടെ എന്ന തരത്തിൽ പറഞ്ഞു. വീണ്ടും എടുത്ത് ചോദിക്കുന്നു, കാവ്യ അതുകൊണ്ടാണോ ഇട്ടത് എന്ന് ചോദിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞു പോയതാണ്. ഞാൻ ഇതിനു മുമ്പ് ആ വീഡിയോ ചെയ്തതാണ്. ഇപ്പോൾ ഇതാ ഉത്തരേന്ത്യക്കാരിയായിട്ടുള്ള ഒരു ഹിന്ദി സംസാരിക്കുന്ന ഒരു നായിക അവരുടെ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ വന്നിരിക്കുന്നു. വേറൊരു ഓൺലൈൻ മാപ്ര അയാളോട് ഇവിടുത്തെ കാര്യങ്ങൾ, കേരളത്തിൻ്റെ കാര്യങ്ങളെ ചോദിക്കുന്നു, കേരളത്തിലെ ഭക്ഷണങ്ങളെപ്പറ്റി ചോദിക്കുന്നു. ഇവിടെ ഏത് ഭക്ഷണമാണ് ഇഷ്ടം എന്ന രീതിയിൽ അയാൾ ചോദിക്കുന്നത്. ബീഫ് ഇഷ്ടമാണോ എന്നാണ് ചോദിക്കുന്നത്. പഴംപൊരിയും ബീഫും ഇഷ്ടമാണോ എന്ന തരത്തിൽ ചോദിക്കുന്നത്. അവർ പറയുന്നത് ഞാൻ വെജിറ്റേറിയൻ ആണ് എന്ന് പറയുന്നത്. എന്ത് അത്യാവശ്യമുള്ള കേസാണെന്ന് നോക്കൂ. ഇവിടെ വരുന്ന ഇവിടുത്തുകാരില്ലാത്ത ഒരാളോട് നിങ്ങൾക്ക് കേരളത്തിൽ ഏത് ഭക്ഷണമാണ് ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കാം. അപ്പോൾ അവരാണ് മറുപടി തരുന്നത്, എനിക്ക് ഈ കഴിച്ചതിൽ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു. അല്ലാതെ അങ്ങോട്ട് ചോദിച്ച് നിങ്ങൾ ബീഫാണോ കഴിച്ചത്, ബീഫ് ഇഷ്ടമാണോ എന്നല്ല ചോദിക്കേണ്ടത്. അതും പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ഒരാളോട്. അപ്പോൾ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, ബോധപൂർവ്വം വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആ ഓൺലൈൻ മാപ്രയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ചോദ്യമാണത്. അവരെന്തായാലും പറഞ്ഞു ഞാൻ വെജിറ്റേറിയനാണ്, ഞാൻ ഇതൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് പോയി. അവർക്കറിയാം അതിൻ്റെ ഉത്തരം യെസ് എന്നാണ് പറയുന്നതെങ്കിൽ ഇവിടെ അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഒരുപക്ഷെ തിരിച്ചവിടെ അവരുടെ നാട്ടിൽ ചെല്ലുമ്പോൾ അത് വലിയ വിഷയമായേക്കും. പക്ഷേ അവരെന്തായാലും പറഞ്ഞു ഞാൻ വെജാണ്. പക്ഷേ ഈ മാപ്രയ്ക്ക് അല്ലെങ്കിൽ ഈ മലയാളിക്ക് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലല്ലോ, അതല്ലല്ലോ അവരുടെ വിഷയം. പിന്നെ ഇതിന് വേറൊരു വശം കൂടിയുണ്ട് കേട്ടോ. ചില കാര്യങ്ങളൊക്കെ വിവാദമായാൽ മാത്രമേ, അപ്പോൾ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ഒരു ഫംഗ്ഷനിൽ പ്രിയ പ്രകാശ് തന്നെ ഇരിക്കുന്നു, ഓറഞ്ച് കളറുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട്. ഒരുപക്ഷെ ഈ മാപ്രയെ കൊണ്ട് അവരുടെ പിന്നണിയിലുള്ള ആളുകൾ തന്നെ ചോദിപ്പിച്ചതാണെങ്കിലോ, അല്ലായിരുന്നെങ്കിൽ ആരും അറിയാതെ പോകുന്ന ഒരു പ്രോഗ്രാമായി മാറുമായിരുന്നു. പകരം ഇങ്ങനൊരു ചോദ്യം വന്നപ്പോൾ, എന്തിന് കാവി നിറമുള്ള ഡ്രസ്സ് ഇട്ടു എന്നൊരു ചോദ്യം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അത് ചർച്ചയാകുമ്പോൾ ആ പ്രോഡക്റ്റിനെ കൂടിയാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത്, അതിൻ്റെ പരസ്യം കൂടിയാണ്. പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ ഏത് പ്രോഡക്റ്റിന് വേണ്ടിയാണ് വന്നതെന്ന് പറയാനേ പോയില്ല. കാരണം ഇങ്ങനൊരു സാധ്യത കൂടി അതിനകത്തുണ്ട്. ഏതാണ്ട് സമാനമായിട്ടുള്ള കാര്യമാണ് ഈ നടിയുടെ കാര്യത്തിലും സംഭവിച്ചത്. അതുകൊണ്ടാണ് ആ നടിയുടെ പേര് പോലും പറയുന്നത്. ഏത് സിനിമയ്ക്ക് വേണ്ടി വന്നതാണെന്ന് പോലും ഞാൻ പറയാത്തതിൻ്റെ കാര്യം അതാണ്. കാരണം ഇവറ്റകളെ ഒന്നും കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈ സിനിമാ തൊഴിലുമായിട്ട് നടക്കുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ, അവർക്ക് പണം ഇത് തന്നെയാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അതിനുവേണ്ടി ഇല്ലാത്ത വിവാദം ഉണ്ടാക്കും. ഒരുപക്ഷെ ഇത് അവരുടെ പിന്നണിക്കാരും കൂടെ അറിഞ്ഞുകൊണ്ട് ഈ ഓൺലൈൻ മാധ്യമങ്ങളോട് പറഞ്ഞ് ചെയ്തിരിക്കുന്നതായിരിക്കും. അല്ലാതെ കൃത്യമായിട്ടും അവരങ്ങനെ വരുന്നു, ഇങ്ങനെ ഒരു ചോദ്യം വരുന്നു, അവരതിന് മറുപടി കൊടുക്കുന്നു. അപ്പോൾ ഓൺലൈൻ മാപ്ര ഒരു ഉത്തരേന്ത്യൻ നടിയോട് ബീഫ് കൊള്ളാമോ, ബീഫ് കഴിച്ചോ എന്ന് ചോദിച്ചു എന്ന തരത്തിൽ തലവാചകം വരുമെന്നും കൂടുതൽ ആളുകളിലേക്ക് ഇതെത്തുമെന്നും അങ്ങനെ ഈ സിനിമയ്ക്ക് പരസ്യമാകുമെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മൾ എന്നെപ്പോലുള്ളവർ കുറച്ച് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയും ചില അഭ്യാസങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 5-6 തവണയായിട്ട് ന്യൂസ് ചെയ്യുമ്പോഴേക്കും അവന്മാർ ഈ അഭ്യാസം കൂടെ മതിയാക്കിക്കൊള്ളും.